സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ 4-5 ദിവസമൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് അപ്പോൾ അത് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്കിന്ന് ഞാൻ അയൺ ഫാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ ആവശ്യത്തിന് അധികം വില്ലേജറായില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ വിചാരിച്ച്, ഇതുണ്ടാക്കിയാലും നമുക്കൊരു സ്റ്റോറേജ് ഏരിയ വേണ്ടേ. അതിന് നമ്മളിന്നൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ ഓഫ് ക്യാമ്പിൽ 2 ഫാം ഉണ്ടാക്കിയിരുന്നു. അതിലൊരു ഫാമാണ് ഇതായി ഫിഷിങ് ഫാം. പിന്നെ നമുക്ക് ഇവിടുന്നൊരു പൂച്ചനെ കിട്ടി നമ്മൾ ടൈമാക്കി. ഇതിൻ്റെ പേരും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതിൽ ഇഷ്ടപ്പെട്ടൊന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് എൻജാൻ്റെ ടൂക്കൊക്കെ കിട്ടി. പക്ഷേ ഒക്കെ ചവറാണ്, കാര്യമായിട്ടുള്ള ഉപകാരമൊന്നുമില്ല. പക്ഷേ നോക്ക് ബാക്ക് 2 ഉണ്ട്. പിന്നെ മെൻറ്റിങ് 1 പവർ 3 ബോ ഉണ്ട്. അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഒരു 3 നെയിം ടാഗ് കിട്ടി. നെയിം ടാഗ് കിട്ടാനാവില്ലല്ലോ. ആൻവിൽ വേണ്ടേ, ആൻവിലിന് അയണില്ല. അതുകൊണ്ട് അയൺ ഫാം ഉണ്ടാക്കിയിട്ട് പേരിടുക, കുറേ പണിയുണ്ട്. നമ്മളെ ഡോഗിന് നെയിം ഇടണോ, പേരിടണോ. പിന്നെ അടുത്ത ഫാമാണ് നമ്മളെ മോഫ് ഫാം. പക്ഷെ മോഫ് ഫാമിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ വർക്കാവുമെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് ഉണ്ടാക്കി അപ്പോൾ വർക്കായി. പിന്നെ കുറച്ച് ഞാൻ AFK നിന്നേരമുണ്ട് ഈ സ്പൈഡർ സ്പോണാകാൻ തുടങ്ങി. ഞാൻ ആ ബട്ടൺ വെച്ചില്ല, കാര്യമായിട്ട് ബട്ടനെ വെച്ചില്ല. അങ്ങനെ ഞാൻ ഇതെന്ത് ചെയ്ത് ഈ ബട്ടൺ വെച്ച് ശരിയാക്കി. പിന്നെ വന്ന് നോക്കുമ്പോൾ മോബ് തീരെ സ്പോണാകുന്നില്ല. എന്നുവെച്ചാൽ ആദ്യം സ്പൈഡറും എല്ലാം കൂടി സ്പോണായിരുന്നു. നേരം സ്പൈഡർ അവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കല്ലോ, അതുകൊണ്ട് താഴോട്ട് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് കില്ല് ചെയ്യാൻ അതുകൊണ്ട് മറ്റേ മോബും സ്പോണാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ബട്ടൺ വെച്ച് നോക്കിയിട്ട് ഇത് ശരിയായില്ല. ബട്ടൺ വെച്ച് നോക്കുമ്പോൾ മറ്റേ മോബൊന്നും സ്പോണാകുന്നില്ല. ക്രീപ്പറും സ്കെൽട്ടനും സോംബിയൊന്നും സ്പോണാകുന്നില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ സ്ലാബൊക്കെ വെക്കാത്തതിൻ്റെ പ്രശ്നം വിചാരിച്ച് കുറേ സ്ലാബൊക്കെ എടുത്ത് വെച്ച്. എന്നിട്ട് ഇത് റെഡിയായില്ല. ലാസ്റ്റ് ഞാൻ അവിടെയൊക്കെ വിട്ടേച്ച്. അപ്പോൾ അത് വർക്കാകുമ്പോൾ കുറച്ച് ഇത്ര ലൂട്ട് കിട്ടിയിരുന്നു. കുറച്ച് അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് നോക്കാം വരുമെന്നായി. വന്ന് പോയാൽ ഇത്രയേ ഉള്ളൂ. വരാൻ ചാൻസ് കുറവാണ്. ഞാൻ കുറേ നേരം AFK നോക്കി, ഇത് റെഡി ആയില്ല. അപ്പോൾ നമുക്ക് ഒരായണും കുറേ ബോവും കാര്യങ്ങളൊക്കെ കിട്ടി. 58 ഗൺ പൗഡർ കിട്ടി. ഒരു പൊട്ടാറ്റോ, 1.5 സ്റ്റാക്ക് ബോണും കാര്യങ്ങളും കിട്ടി. പിന്നെ 2-3 സ്റ്റാക്ക് നമ്മളെ ഇൻവെൻട്രിയിലുണ്ട്. അപ്പോൾ ഇത് പൊളിക്കാനൊക്കെ നല്ല പണിയാണ്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ വെക്കട്ടെ. പിന്നെ ഇവിടുത്തെ ഹോപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അങ്ങ് താഴോട്ട് എടുക്കണം. എന്താ ഞാൻ പിന്നെ വന്നെടുക്കുന്നുണ്ട്. നമുക്ക് അയൺ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹോപ്പർ വേണ്ടേ. കാരണം അടുത്ത് പ്രോപ്പറായിട്ട് മൈനിങ് ഏരിയ ഇല്ല, ഇതില്ല. അതുകൊണ്ട് അയണും കാര്യങ്ങളും കിട്ടാൻ നല്ല പണിയാണ്. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഒരു അയൺ ഫാമും കാര്യങ്ങളും സെറ്റ് ചെയ്യണം, അല്ലാണ്ട് ശരിയാവില്ല. പിന്നെ ഇവിടെയൊക്കെ ഷുഗർ കെയിൻ നിറഞ്ഞിക്ക്. നമ്മൾ പറഞ്ഞാൽ തന്നെ ഏകദേശം ഐലാൻഡ് ഫുള്ള് ഇതായിട്ട് കവർ ചെയ്യാനായി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വില്ലേജർ എത്ര എണ്ണം വന്നിക്കുന്നു കാണിച്ചു തരാം. പിന്നെ ഇത് ക്രീപ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ട് മേലെ പൊട്ടി ഒരു വില്ലേജർ ചത്തിയിരുന്നു. ഞാൻ പിന്നെ ഇവിടെ ബ്രീഡായത് കൊണ്ട് വെച്ചിട്ടായിരുന്നു. ഏതോ ഒന്ന് ഇങ്ങോട്ടോ ലിങ്കായി. അങ്ങനെ 2 ലിങ്കായിക്കല്ലോ. അങ്ങനെ അപ്പോൾ മേലെ ഉണ്ടല്ലോ. പിന്നെ നോക്കാം. യാവൂല, ഇതെന്തേ പ്രശ്നമുണ്ട്. പിന്നെ വയ്യ നടന്ന സമയം പോകും. ഇതെന്താ ബഗ്ഗോ? വാതിൽ തുറന്നിട്ടിട്ട് അടച്ചായിട്ടുണ്ട്. ബഗ് റോക്കറ്റ് ടീച്ചറിൻ്റെ കാര്യമേ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇത് ഫാം വർക്കാന്ന് കാണിച്ചു തരാം. നമ്മൾ ട്രാപ്പ് ഡോറിന് അവിടേക്ക് ഇത് വെച്ച് ടാർഗറ്റ് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ചൂണ്ടിടുക. അപ്പോൾ തന്നെ XP കയറും. സാധനം കിട്ടിയതിൻ്റെ XP കയറും. ഞാൻ എന്തായാലും പോയി മരം വെട്ടിയിട്ട് തരാം. അതിൻ്റെ ടൈം ലാപ്സ് പോയി കണ്ടോ. ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു കുയ്യിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് ഏരിയയും കാര്യം കുറച്ച് ചെസ്റ്റൊക്കെ വെച്ചിട്ട് അതാണ്.
നമ്മളെന്തായാലും ഉറങ്ങാം, അത് ശരിയാക്കുക. ലൈക്ക് ടാർഗറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 10 അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ലൈക്കാണ് എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ നമ്മളിങ്ങനെ കുയ്യും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്ട് ഞാൻ കുറച്ച് സ്പീഡിലിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മളങ്ങനെ ഒരു ഇതാക്കി കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡിസൈനിലെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് റെഡിയാക്കി. നമ്മൾ കോംബോ ഓക്കെ ലോഗ് സ്ട്രിപ്പ് ചെയ്തു, പിന്നെ ഇതിൻ്റെ ബ്ലാങ്കു കുറച്ച് ഡീപ്പ് സ്ലൈറ്റുമാണ്. ഇതൊക്കെ നമ്മൾ ഡീപ്പ് സ്ലൈറ്റൊക്കെ പിന്നെ മൈൻഡ് ചെയ്യാൻ പോയാലും കുറേ ഇട്ടി. അതാണ് ഒന്ന് ഇതാ ഇവിടെ, ഒന്ന് ഇതിവിടെ, ഒന്ന് ഇതവിടെ. റെഡിയായി. ഇനി സ്ട്രിപ്പ് ചെയ്യാം. സ്ട്രിപ്പ് ചെയ്താണ് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നമുക്ക് ഡീപ്പ് സ്ലൈറ്റും കാര്യങ്ങളും വെച്ച് ശരിയാക്കണം. അപ്പം ഇവിടെ എന്താ ഡിസൈന് വേണോ? ഇവിടെ ഡിസൈൻ ശരിയാവില്ല, അങ്ങോട്ട് തള്ളി കിടക്കും. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ തൽക്കാലം ഒരു ഡിസൈൻ വേണ്ട. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ചെസ്റ്റ് വെക്കാണ്ട് ആടെ റെഡിയാക്കാണ്ട് അല്ലാതെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ വേണ്ട, ഒരു നീറ്റ് ലുക്ക് കിട്ടണം, അത് മതി. അതന്നെ. ഇനി ഇവിടെ കുറച്ച് മൈൻഡ് ചെയ്യുന്ന ചെറുങ്ങ ടൈം ലാപ്സ് കാണാം. നമ്മൾ ഏകദേശം ഒക്കെ സെറ്റ് ചെയ്തത്. ഇനി ഒരു 4-5 ചെസ്റ്റും കുറച്ച് ഐറ്റം ഫ്രെയിമും കൂടി വെച്ചാൽ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞ്. ഏകദേശമല്ല, ഉള്ളു കഴിഞ്ഞ്. ഇവിടെ ഒരു ചെസ്റ്റ്, ഇവിടെ 2, ഇവിടെ ഒരു ചെസ്റ്റ്, ഇവിടെ ഒരു ചെസ്റ്റ്. ഇപ്പോൾ റെഡി. അപ്പോൾ ഇനി ഐറ്റം ഫ്രെയിം ഇവിടെ വെക്കണോ? ഇവിടെ അങ്ങനെ വെക്കാം. പക്ഷേ ഒരു 2 ബ്ലോക്കല്ലേ അത് വീതിയുള്ളതുകൊണ്ട് നമുക്ക് ചെസ്റ്റിൻ്റെ മുകളിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സുഖം ഉണ്ടാകുന്നു. അതുകൊണ്ട് ചെസ്റ്റിൻ്റെ മുകളിൽ തന്നെ വെക്കാം. ശരിയായ കളി, ശരിയായ വെക്കൽ. ഇപ്പോൾ ഐറ്റം ഫ്രെയിമും കാര്യങ്ങളൊക്കെ തീർത്ത് ഇനി ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിക്കൊണ്ട് വരണം. നമ്മളത്തിൽ ലെതറുണ്ട്, സ്റ്റിക്കുണ്ട്, പിന്നെ എന്തിനാണ് മേടിക്കുന്നത്? ഒരു 5-10 കൂടി, 5-6 കൂടി വേണം. ഒരു 5-6 കൂടിയൊക്കെ ആയാൽ അതുകൊണ്ട് ഒക്കെ മതി, അത്ര മതി തോന്നുന്നു. ഇനി ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാൻ സ്റ്റിക്ക് ഉണ്ടാക്കണം. 2 3 ഉണ്ടാക്കാൻ പറ്റും, 4 ഒരു 5 മതി. എന്തായാലും ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാം. വേഗം 5 ഉണ്ടാക്കി. ഇനി 5 കൂടി വെച്ച് നോക്കാം. 5 മതിയോ ഇനി കൂടുതലാണോ? 2 3 4 5. 5 പോരാ, ഇനിയൊരു 1 2 ഇനിയൊരു 5 കൂടി വേണം തോന്നുന്നു. എന്നാലേ ശരിയാവും തോന്നുന്നു. ഒരു 5 കൂടി ഇനി ക്രാഫ്റ്റ് ചെയ്യാം. ഇനിയൊരു 5 കൂടി ക്രാഫ്റ്റ് ചെയ്യും. നമ്മളെ 5 കൂടി ക്രാഫ്റ്റ് ചെയ്ത് ഇനി ഇവിടെ ഐറ്റം ഫ്രെയിം വെക്കണം. 5 കറക്റ്റായി. അപ്പോൾ അതൊക്കെ സെറ്റായി. ഇനി അത് ഓഫ് ക്യാമിൽ ഇതൊക്കെ സോർട്ട് ചെയ്യണം. ഓഫ് ക്യാമിൽ ആകുമെന്ന് നോക്കട്ടെ. ടൈം വളരെ കുറവാണ്. നൈറ്റ് ആവാനായല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. ഇതെങ്ങനെയുണ്ട്? ഇനി ഇത് ഞാൻ ഇതിൻ്റെ വലിപ്പം എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇനി കുറേ സാധനങ്ങൾ കൊണ്ടുവെക്കാനുള്ള നേരം ഇതിൻ്റെ സ്ഥലങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പം എന്തൊക്കെ അൺഫാം ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ ഡോഗിന് പേരിടാൻ. നമ്മളെ ഡോഗിന് പേര് ഇടാൻ പോകുന്ന ഡിനോ എന്നാണ് ഒരു ബ്രോ കമൻറ്റ് ചെയ്തിട്ട്. എൻ്റെ പേര് പിന്നെ ഡ്രാഗൺ എന്നല്ലേ, ഡിനോ അങ്ങനെയുണ്ട് അവൻ പറഞ്ഞു തന്നത്. എന്തായാലും ബിഗ് താങ്ക്സ് ബ്രോ പറഞ്ഞു തന്നതിന്. ഡോഗിൻ്റെ പേര് പറഞ്ഞു തന്നതായി തന്നെ നിങ്ങളെന്ത് ചെയ്യാം, ആ പൂച്ചൻ്റെ പേരും അങ്ങ് പറഞ്ഞു തരിക. അതിലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി കമൻറ്റ് ചെയ്തോടി. അപ്പം എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക, പിന്നെ എല്ലാവരോടും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ കഴിഞ്ഞു, സ്റ്റോറേജ് ബിൽഡും കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.